സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ശബരിമല സ്ത്രീ പ്രവേശനത്തെക്കുറിച്ചിട്ടും അതിൽ ഇപ്പോൾ നടക്കുന്ന സുപ്രീം കോടതിയിലെ കേസ് പരിഗണിച്ചും അതിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ LDFനെ അല്ലെങ്കിൽ LDF എന്ന ഇന്നത്തെ ഭരണകക്ഷിയെ കുടുക്കിലാക്കാനായിട്ട് ഇപ്പോൾ അഭിപ്രായം ചോദിച്ച സുപ്രീം കോടതി കേസിനെ കുറിച്ചിട്ടും ആണ് കഴിഞ്ഞ 2 ലക്കങ്ങളിലായി ഞാൻ സംസാരിച്ചത്. അതായത് മതവും ആധുനിക മതത്തെക്കുറിച്ചിട്ടുള്ള യഥാർത്ഥ ശാസ്ത്രീയമായ സമീപനം എന്തായിരിക്കണമെന്നും അതനുസരിച്ച് സാമാന്യ ആപേക്ഷികത എന്ന 21ാം നൂറ്റാണ്ടിൽ ഭൗതിക ശാസ്ത്രത്തിനുണ്ടായ മാറ്റത്തിനനുസരിച്ചാവണമെന്നും ആണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇന്ന് ന്യൂസ് ഡെൻ ചാനൽ എന്ന ചാനലിൽ CR നീലകണ്ഠൻ എന്ന പഴയ പുരോഗമനവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും ആയിരുന്ന കുറേ കാലമായിട്ട് വേറിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്. കാരണം 1990കളിലൊക്കെ ഞാൻ തൃശ്ശൂരിൽ DU ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹവും ഞാനുമായിട്ട് അടുത്ത് ഇടപഴകാൻ എനിക്ക് പല അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് പ്രകൃതി സംരക്ഷണം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങളൊന്നായിട്ട് ഒരേപോലെ ചിന്തിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ഊർജ്ജസ്വലനായ വ്യക്തിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്തോ കാരണങ്ങൾ കൊണ്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയൊക്കെ തെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ന്യൂസ് ഡെൻ ചാനൽ എന്ന ചാനൽ സംപ്രേഷണം ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം യഥാർത്ഥത്തിൽ മോഡി ഭക്തരുടെ ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഫിഡവിറ്റ് തന്നെ, അതായത് ഇതിന് മുമ്പ് കൊടുത്ത കേവല യുക്തിപരമായ അഫിഡവിറ്റ് തന്നെ, അതായത് ഈ ആചാരങ്ങളൊക്കെ അശാസ്ത്രീയമാണ്, കാലഹരണപ്പെട്ടതാണ്, അതൊക്കെ ഇപ്പം തന്നെ മാറ്റണം. അതുകൊണ്ട് തന്നെ യുവതിയെ ഉടൻ ശബരിമല ക്ഷേത്രപ്രവേശനം നടത്തണം എന്ന പഴയ അതേ അഫിഡവിറ്റ് ഇനിയും കൊടുക്കുമോ? കൊടുത്താൽ എന്തായാലും ഇനിയും നമുക്ക് അതിൻ്റെ പേരിൽ ഈ മാർക്സിസ്റ്റ് വിരോധവും LDF വിരോധവും വരുത്തി വച്ച് എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷൻ ജയിക്കാം എന്ന കോൺഗ്രസിൻ്റെയും അതേപോലെ BJPയുടെയും അതേ മോഹം ഈ പാവം CR നീലകണ്ഠനും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ബേജാറാവണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഈ സാമാന്യ ആപേക്ഷികത
അനുസരിച്ച് ഓരോ സമൂഹത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുകയും അത് സമൂഹം എപ്പോൾ അംഗീകരിക്കുന്നു അപ്പോൾ മാത്രം വ്യക്തിപരമായി ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ ആര് ശബരിമലയ്ക്ക് പോവാൻ ആര് ഇഷ്ടപ്പെടാത്തതോ അതോടുകൂടി മാത്രമേ ശബരിമല പോലുള്ള ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറേണ്ടതുള്ളൂ എന്ന ശാസ്ത്രീയമായ സാമാന്യ ആപേക്ഷികത ബോധം മെല്ലെ മെല്ലെ അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 കൊല്ലം മുമ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശബരിമല ഇഷ്യോടുകൂടി ഉണ്ടായിരുന്ന ആ നയത്തിൽ നിന്നും വ്യക്തമായ ഒരു മാറ്റം ഉണ്ടാവുന്നത് അടുത്ത അഫിഡവിറ്റിൽ നമുക്ക് കാണാം. പക്ഷെ അതെങ്ങനെ വന്നു എന്ന് യഥാർത്ഥത്തിൽ ശാസ്ത്രീയ അടിത്തറ എന്ത് എന്നതിനെക്കുറിച്ചിട്ട് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അതിനാണ് ഞാൻ പറഞ്ഞ പോലെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം എന്നത് നമ്മുടെ ശാസ്ത്രീയമായ ആധുനിക സയൻസിൻ്റെ ഒരു നിയമമാണെന്നും ആ നിയമം മറ്റെല്ലാ ഒരാശയമാണെന്നും ഈ ആശയം ഷെയർ ചെയ്യുന്നതോടുകൂടി കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുന്നതോടുകൂടി അത് ഭൗതികമായ ഒരു ശക്തിയാവുന്നു എന്ന ഏംഗൽസിൻ്റെ പ്രസിദ്ധമായ വാചകം നിങ്ങൾ ഓർക്കുക. ഒരാശയം അത് ജനങ്ങളുടെ ഇടയിൽ പകരുന്നതോടുകൂടി അതൊരു ഭൗതിക ശക്തിയായി മാറും. അതേപോലെ തന്നെയാണ് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം. സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം പടരുന്നതോടുകൂടി അത് ഒരു ഭൗതിക ശക്തിയായി മാറുന്നു. ഈ ഭൗതിക ശക്തി കാരണം കൊണ്ട് തന്നെ നാം അതിനനുസരിച്ച് നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അതുവഴി എല്ലാ മതങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും എത്ര കണ്ട് അബദ്ധമോ അന്ധവിശ്വാസമോ അപകടമോ ആണെങ്കിൽ പോലും അത് നിലനിൽക്കുകയും ഉടൻ അപകടമുണ്ടെങ്കിൽ ഉടൻ ആർക്കെങ്കിലും ശാരീരികമായും ഭൗതികമായും തകരാറുണ്ടെങ്കിൽ മാത്രം അതിനെ എതിർക്കുകയും ഏതുപോലെ ഉദാഹരണമായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാൻ പാടില്ല, അതിനെ നമ്മൾ എതിർക്കണം. അതൊരാചാരമായിരുന്നു, ആ ആചാരം ഇനി നടക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരു ശബരിമല ഇഷ്യൂവിൽ അത് സ്ത്രീകൾ അവിടെ പോകുന്ന, പക്ഷേ അതുകൊണ്ട് കുറേ ഉപകാരമുണ്ട്. എത്രയോ ആൾക്കാർക്ക് വ്രതം അനുഷ്ഠിക്കാൻ കഴിയുന്നു. എത്രയോ കാലം ഈ വ്രതാനുഷ്ഠാന കാലത്ത് അവർ സാധാരണ രീതിയിൽ നിന്ന് മാറി അവരുടെ ലഹരി വസ്തുക്കളും മറ്റൊക്കെ ഉപേക്ഷിച്ച് സാത്വികമായി ജീവിക്കാൻ കഴിയുന്നു. ഇതൊക്കെ അതിൻ്റെ ഉപകാരപ്രദമായ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിർത്തുകയും അവിടെ ആരും പോയി എല്ലാ സ്ത്രീകളും ശബരിമല പോയി എന്നതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമായ സോഷ്യലിസത്തിനോ
ജനാധിപത്യത്തിനോ സാഹോദര്യത്തിനോ ഒരിക്കലും ഒരു തരി പോലും ഗുണമുണ്ടാവില്ല. അതിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റും ഒരു പുരോഗതിയും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ശാസ്ത്രീയമായി നേരിടുകയും അത് അനുഷ്ഠിക്കുന്ന സമൂഹം എപ്പോൾ ആ കാര്യം അവരുപേക്ഷിക്കുന്നു, അതിലെ നിരർത്ഥകത, അതിലെ അന്ധവിശ്വാസം, അതിലെ അപകടങ്ങൾ മനസ്സിലാക്കി എന്ന് അവരൊഴിവാക്കുന്നു, അപ്പോഴേ ഒഴിവാക്കേണ്ടുള്ളൂ. അതുവരെ അത് തുടരണം. അതായത് നമ്മളിവിടെയുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതൊക്കെ നമ്മളെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഉദാഹരണമായിട്ട് നമ്മളിവിടെയുള്ള തെയ്യങ്ങൾ, ഈ തെയ്യങ്ങളിലും അതിലെ ഐതിഹ്യങ്ങളും പൂർണ്ണമായും ശരിയായതുകൊണ്ടല്ല, അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളാണ്, സാംസ്കാരിക ചിത്രങ്ങളാണ്. അതേപോലെ തന്നെ ഒരു സാംസ്കാരിക ചിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അയ്യപ്പനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളും അതിനെക്കുറിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ആ നിലക്ക് മാത്രമേ നമ്മൾ അതിനെ എടുക്കേണ്ടതുള്ളൂ. എന്തായാലും ശാസ്ത്രീയമായ നിർവചനമനുസരിച്ച് ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ, സാമൂഹ്യ രീതികളെ, സാമൂഹ്യ ജീവിത ശൈലികളെ ഒക്കെ നിയന്ത്രിക്കുന്നത്. അതാണ് കാറൽ മാർക്സ് കണ്ടെത്തിയ സിദ്ധാന്തം. അതായത് ഉൽപാദന ഉപകരണങ്ങളാണ് സാമൂഹ്യ ബന്ധങ്ങളുടെ അടിത്തറ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ഉൽപാദന ഉപകരണങ്ങൾ എന്നതിന് പകരം വെറും സാധാരണ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഉപകരണങ്ങളിൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 തരം ഉപകരണങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായ ഉപകരണങ്ങൾ. ഭൗതികമായ ഉപകരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. കത്തി, റോക്കറ്റ്, കാറ്, ഇതൊക്കെ ഭൗതികമായ ഉപകരണം. അടുപ്പ്, പാത്രം, ഇതൊക്കെ ഭൗതികമായ ഉപകരണം. നേരെ മറിച്ച് മാനസികമായ ഉപകരണങ്ങളുണ്ട്. അതിന് കാരണം മാനസികമായ ഒരു തലം നമുക്കുണ്ടായത് കൊണ്ടാണ്. മാനസികമായ തലം ഉണ്ടാവാൻ കാരണം നമ്മൾ സങ്കല്പങ്ങളുടെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു. ഈ ഭാഷ എന്ന ഉപകരണം അതുവഴി നമുക്ക് ഒരു വസ്തു ഇല്ലാതെ തന്നെ ആ വസ്തുവിൻ്റെ ആശയം നമുക്ക് കൊടുക്കാനും വാങ്ങാനുമായി, അതായത് വിനിമയം ചെയ്യാനായി. അങ്ങനെയാണ് നമുക്ക് ആശയപ്രപഞ്ചം എന്നൊന്നുണ്ടായത്. ഈ ആശയപ്രപഞ്ചത്തിലും അനേകം ഉപകരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ പൂജ്യം, ഒന്ന്, സത്യം. സംഖ്യകൾ, ആശയങ്ങൾ, തത്വചിന്തകൾ, മതം, മതവീക്ഷണങ്ങൾ, ദൈവം, പിശാച്ച്, മറുത, ആനമറുത, ഇങ്ങനെ അതേപോലെ പിന്നെ വൈറസ് മുതലായതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആശയങ്ങളൊക്കെ തന്നെ ഈ ഭാഷ എന്ന ഉപകരണം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിർത്താൻ കഴിയുള്ളൂ. അങ്ങനെയാണ് എന്നൊക്കെ ഈ ഭാഷ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അവയെക്കുറിച്ചിട്ടുള്ള ആശയം പോലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങളിൽ അധിഷ്ഠിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം തന്നെ, അല്ലെങ്കിൽ ജീവിതശൈലി മുഴുവൻ ഈ ഉപകരണങ്ങൾ അധിഷ്ഠിതമാണ്. ആ ഉപകരണങ്ങളൊക്കെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളതാണ്. അത്
എപ്പോൾ മാറണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഓരോ ആചാരവും ആ ആചാരം എവിടുന്നാണോ ഉണ്ടായത് അവിടുന്ന് തന്നെ കാലഹരണപ്പെട്ട് അവർ തന്നെ മാറ്റണം. പുറമെന്നുള്ള ഒരു ബാഹ്യ ഇടപെടൽ ഈ ആചാരങ്ങളെ മാറ്റാനായിട്ട് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് മതങ്ങൾ, ദൈവങ്ങൾ, പിശാചുക്കൾ, പ്രേതങ്ങൾ, ഇതിനെക്കുറിച്ചുള്ളൊക്കെ ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ മാറണം. അതല്ലാതെ നമ്മൾ ഭയപ്പെടുത്തിയിട്ടും യുക്തിയുക്തം ക്ലാസ് എടുത്തിട്ടും ഒന്നും അത് മാറില്ല. അതൊക്കെ സ്വന്തം മാറ്റേണ്ടതാണ്. നമ്മളെ ലക്ഷ്യം, പ്രത്യേകിച്ചും പുരോഗമനവാദികളുടെ ലക്ഷ്യം, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷ്യം, സോഷ്യലിസ്റ്റുകാരൻ്റെ ലക്ഷ്യം, ജനാധിപത്യ വിശ്വാസികളുടെ ലക്ഷ്യം ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇതല്ല. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ഇവിടെ സോഷ്യലിസമോ ജനാധിപത്യമോ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത്രത്തോളം അടിയിൽ മനുഷ്യൻ്റെ മനസ്സിൽ ചരിത്രപരമായി സഹസ്രാബ്ദങ്ങളായി ഉരുത്തിരിഞ്ഞ് വേരിറങ്ങിയതാണ് ഈ ഇതൊക്കെ. അതൊക്കെ അവർക്ക് സ്വയം മാറ്റാൻ പറ്റുമ്പോൾ മാറ്റാം. ഇപ്പോൾ നമുക്ക് നിങ്ങളെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വിചാരിച്ചിരുന്നു ഈ മതങ്ങളെയൊക്കെ ദൈവത്തിനെയൊക്കെ നിഷേധിച്ചാലും നിരോധിച്ചാലും ഇല്ലാതാകും. അതിന് പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയൻ്റെ തുടക്കത്തിൽ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ അടിച്ചമർത്തി ദൈവത്തിനെ ഇല്ലാതാക്കിയുകൊണ്ട് ഉണ്ടായത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ചരിത്രമൊക്കെ മനസ്സിലാക്കി LDF സർക്കാർ പുതുതായി വളരെ കൃത്യമായ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിക്ക് കൊടുക്കണമെന്നും അത് കൊടുക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഈ കുരുക്ക് BJPക്കും നീലകണ്ഠനും CR നീലകണ്ഠനും അങ്ങോട്ട് വീഴുന്ന രീതിയിൽ, അതായത് ഞങ്ങൾ ഇങ്ങനെയാണ്, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒരു സമൂഹം സ്വയം മാറ്റുകയാണ് വേണ്ടത്. അതിനു വേണ്ട ശാസ്ത്രീയമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നല്ലാതെ ഒരിക്കലും നമ്മൾ നേരിട്ട് നിരോധിക്കുന്നത് അശാസ്ത്രീയമാണ്, അത് അപകടകരമാണ്, അത് കൂടുതൽ മോശമാവാനാണ് സാധ്യത. ഏതുപോലെ ഒരു പൂവ് വിരിയാൻ, നല്ലൊരു പൂവ് വിരിയാൻ ആ ചെടിക്ക് വേണമെങ്കിൽ ജലം കൊടുക്കണം, അല്ലെങ്കിൽ വളം കൊടുക്കണം. അതല്ലാതെ അതിനെടുത്തിട്ട് പിച്ചി പൊളിച്ച് അത് വികസിപ്പിച്ചാൽ അതിന് സ്വാഭാവികമായ അതിൻ്റെ വികാസം ഉണ്ടാവില്ല. ഇത് പ്രകൃതിയുള്ള എല്ലാ സംവിധാനങ്ങളുടെ അവസ്ഥ അതാണ്. ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ആന്തരിക ചോദനയിലൂടെയാണ് പ്രപഞ്ചം മുഴുവൻ വികസിക്കേണ്ടതും വികസിക്കുന്നതും. അതായത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം യഥാർത്ഥത്തിൽ ന്യൂട്ടോണിയൻ ഫിസിക്സുമായിട്ടുള്ള വ്യത്യാസം തന്നെ എന്താണെന്ന് വെച്ചാൽ, ന്യൂട്ടോണിയൻ ഫിസിക്സിൽ ചലനം രണ്ടിലുണ്ടെങ്കിലും ന്യൂട്ടോണിയൻ ഫിസിക്സിൽ ബാഹ്യമായതോ ആന്തരികമായതോ ആയ ചലനം കൊണ്ടാണ് ഒരു വസ്തു അതിൻ്റെ ചലനം, പ്രയാണം തുടരുകയോ അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുകയോ ചെയ്യും എന്നത്. അതിൽ സ്ഥിരമായി നിൽക്കുക എന്ന അവസ്ഥ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിലില്ല. എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചലനം എന്നത് ആന്തരികമായി ഉള്ളതാണ് എന്നതാണ് സാമാന്യ ആപേക്ഷികതയുടെ 4 ഡൈമെൻഷനൽ സ്പേസ്
അതായത് ചതുർമാന പ്രപഞ്ചം എന്ന കോൺസെപ്റ്റ് തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇത് നാം മനസ്സിലാക്കി. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടത്തിലെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ വന്ന ശാസ്ത്ര തത്വമായ സാമാന്യ ആപേക്ഷികത ഞങ്ങൾ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു എന്ന് ഇനി മുതൽ ഞങ്ങൾ ആ നിലയിലാണെന്ന് പറയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ പിന്നെ നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ഈ മുതലാളിത്തത്തിൻ്റെ കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം. കാരണം ഒരാൾക്കും തലയിൽ വെളിവുള്ള ഒരാൾക്കും തലക്ക് വെളിവുള്ള ഒരാൾക്കും സോഷ്യലിസം എന്ന സാമൂഹ്യ നീതിയെ അതേപോലത്തെ സ്വാതന്ത്ര്യത്തെ നേരിട്ട് എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ ഗോഡ്ലെസ് കമ്മ്യൂണിസ്റ്റ് എന്ന് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മളെ ട്രംപിൻ്റെ ഈ അസിസ്റ്റൻ്റ് ആ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് ഗോഡ്ലെസ് കമ്മ്യൂണിസ്റ്റിനെ തോൽപ്പിക്കാനാണ്. ആ ഗോഡ്ലെസ് കമ്മ്യൂണിസ്റ്റ് എന്ന ആ അവരുടെ ബ്രാൻഡ്, അവരുടെ ബ്രാൻഡിങ് 100% അബദ്ധമാണെന്നും അശാസ്ത്രീയമാണെന്നും ഞങ്ങൾ ദൈവം എന്നത് 2500 കൊല്ലം മുമ്പ് ക്രിസ്തു ശ്രീബുദ്ധൻ പറഞ്ഞ പോലെ വി ആർ നോട്ട് വെറീഡ് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ഗോഡ്, വി ആർ വെറീഡ് അബൌട്ട് ദ മിസറി ഓഫ് ഹ്യൂമൻ ബീയിങ്, മിസറി ഓഫ് ദ സഫറിങ് എന്ന ആ ബോധം. അതായത് ഞങ്ങൾ ദൈവത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ചിട്ട് അല്ല നമുക്ക് പ്രശ്നം, നമുക്ക് ഇവിടെയുള്ള മനുഷ്യരുടെ ഈ പാവപ്പെട്ടവൻ്റെ മിസറി അല്ലെങ്കിൽ ദുരന്തങ്ങളാണ് പ്രശ്നം എന്ന നമ്മളെ ധാരണയിലേക്ക് എത്തണം. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യമെന്നും നമ്മൾ മറ്റത് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. അത് മാത്രമല്ല ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങൾ ഞങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുമെന്നും പൊന്നുപോലെ സംരക്ഷിക്കുമെന്നും അതൊക്കെ ഞങ്ങളുടെ പൂർവികരുടെ സ്വത്താണെന്നും ആ പൂർവികമായ പൈതൃക സ്വത്ത് അപകടമില്ലാത്തിടത്തോളം കാലം ഞങ്ങൾ സംരക്ഷിക്കുമെന്നും അത് ഒരു കള്ളനും ഒരു കവർച്ചക്കാരനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും നമ്മൾ ബോധ്യമാക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു അഫിഡവിറ്റ് ഇനി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടുകൂടി ലോകത്തിനൊന്നായിട്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ ഗോഡ്ലെസ് ഫിലോസഫിയുടെ ആളാണ് എന്ന വലിയ ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ കഴിയണം. അത് ലോകത്തിനാകെ മാതൃകയാകുന്ന രീതിയിൽ ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ LDFന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംജാതമായിട്ടുള്ളതെന്നും അതിനു മുമ്പ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് പരമാവധി വ്യാപകമായ ചർച്ച നടത്തി ഇത് ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.